ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് 3-dimensional ഷേപ്പ്. 3-dimensional ഷേപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഒരു പ്ലെയിനിൽ നിന്ന് അല്പം പൊന്തിയിരിക്കുന്ന, കുറച്ച് ഉയർന്നിരിക്കുന്ന ഷേപ്പിനെയാണ് നമ്മൾ 3-dimensional ഷേപ്പ് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ബോള് ഒരു പേപ്പറിന്റെ മേലെ വെച്ചാൽ എങ്ങനെ ഇരിക്കും? ആ പേപ്പറിൽ നിന്ന് പൊന്തിട്ടല്ലേ ഇരിക്കുക, കുറച്ച് പൊന്തി ഇരിക്കുമല്ലോ ചെയ്യാം, അല്ലെ? അടിച്ചു പറ്റിയ പോലെ ആയിരിക്കില്ലല്ലോ, അല്ലെ? അങ്ങനെയുള്ള ഷേപ്പിനെയാണ് നമ്മൾ 3-dimensional ഷേപ്സ് എന്ന് പറയാം. Solids, on the other hand, have length, breadth and height. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സോളിഡ് ഷേപ്പ് എന്ന് പറയും. ഓക്കെ, 3-dimensional ഷേപ്പ് അല്ലെങ്കിൽ സോളിഡ് ഷേപ്സ് എന്ന് പറയും. ഇവയ്ക്ക് എന്തുണ്ടാവും? ലെങ്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, ഹൈറ്റും ഉണ്ടാവും. And hence they are called 3-dimensional or 3D shapes. Solids may have regular shapes or they may possess irregular shape. Solids എന്തായിരിക്കും? റെഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവയ്ക്ക് വേറൊരു ഇറഗുലർ ഷേപ്പ് ഉണ്ടാവും. എന്നാലും സോളിഡ്സിന് റെഗുലർ ഷേപ്സിലാണ്, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, both regular and irregular shaped solids occupy a certain amount of space which is their volume. ഒരു സോളിഡ് ഷേപ്പ്, ഇപ്പോ ഈ മൗസ് ഞാൻ ഇവിടെ ഈ ബുക്കിന്റെ മേലെ പ്ലേസ് ചെയ്യും. ഈ മൗസ് ഇവിടെ വെക്കുന്ന, ഇത് ഓക്കുപൈ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അല്ലെ? ഈ മൗസ് ഇവിടെ വെക്കാൻ വേണ്ട ഒരു സ്ഥലം വേണം. അതിനെയാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. എന്ത് പറയാ? വോളിയം, അതായത് വ്യാപ്തം. കേട്ടിട്ടുണ്ടോ? വ്യാപ്തം എന്ന് കേട്ടിട്ടുണ്ടോ? That is volume. Solid shapes occupy ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പേസിനെയാണ്, സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വോളിയം. അത് ഞാൻ പറയുന്നത് തൊട്ടിട്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. പേജ് നമ്പർ 115. 1, 2, 3 third line തൊട്ട് solids on the other hand have length, breadth and height and hence they are called 3-dimensional or 3D shapes. അതും അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസും കൂടി. Solid may have regular shapes or they may possess irregular shapes. Both regular and irregular shaped solids occupy a certain amount of space which is their volume. ആ വോളിയം വരെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Then we can classify, we can categorize solid shapes into 3 groups. നമുക്ക് സോളിഡ് സ്പേസിനെ 3 ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്പർ ഒന്ന് പറയോ? കട്ടായി പോയി. 115 3 ടൈപ്പ്, 3 ഗ്രൂപ്പ് സോളിഡ് ഷേപ്സ് ഉണ്ട്. അതായത് റെഗുലർ ഡയമെൻഷൻ, റെഗുലർ ഷേപ്സ് ആയിട്ടുള്ള, റെഗുലർ ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല, 3 ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. Okay, first one prism, second one pyramid, third one solid with curved surface. ഏതൊക്കെയാ ഗ്രൂപ്പ്സ്? പേജ് നമ്പർ 115. 3-dimensional shapes. 3-dimensional shapes can be classified into 3. First one prism, third one pyramids, fourth one solids with curved surface. പ്രിസം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രിസം, പ്രിസം കണ്ടിട്ടുണ്ടോ?
പ്രിസം കണ്ടിട്ടുണ്ടോ? പ്രിസത്തിലൂടെ ലൈറ്റ് അടിച്ച് വിട്ടാൽ ഇങ്ങനെ മഴവില്ലിനെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? സയൻസിൽ പഠിച്ചിട്ടുണ്ടോ പ്രിസം? ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്നാ സാറല്ല, കുഴപ്പമില്ല. ചിലപ്പോൾ 7th പഠിക്കാനുണ്ടാവുക. സയൻസിൽ പഠിക്കാനുണ്ട് പ്രിസം. അപ്പൊ 3 ടൈപ്പ് സോളിഡ് ഷേപ്സ് ഉണ്ട്: പ്രിസം, പിരമിഡ്, സോളിഡ് വിത്ത് കർവ്ഡ് സർഫസ്. എന്താ പ്രിസം? They have rectangular surfaces as part of lateral surfaces. Prism എന്ന് വെച്ചാൽ ലാറ്ററൽ സർഫസ്, അതായത് 2 സൈഡിലുള്ള സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് സൈഡിൽ വരുന്നത്, അതായത് ഫേസിൽ വരുന്ന സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് സൈഡിൽ വരുന്ന സർഫസ് റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ അത്തരം ഷേപ്പിനെയാണ് നമ്മൾ, അത്തരം സോളിഡ്സിനെയാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. മനസ്സിലായി കാണില്ല? ഇപ്പോ നിങ്ങളൊരു കാർഡ്ബോർഡ് പെട്ടി എടുക്കുന്നു വിചാരിക്കാം. ഒരു കാർഡ്ബോർഡ് പെട്ടി, അതിന് താഴെ വശം ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ഇവിടെ കണ്ടോ, ഈ ഫസ്റ്റ് കാണുന്ന ഇതൊരു ബോക്സ് പോലെ ഇല്ലേ കാണുമ്പോ? ഫസ്റ്റ് റെഡ് കളറിൽ കാണുന്നത് ഇല്ലേ? ഇതിന്റെ സൈഡിൽ വരുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ? ഇതാ ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഇവിടെയും ഒരു റെക്ടാങ്കിൾ, ഇപ്പുറത്തെ സൈഡിലും റെക്ടാങ്കിൾ അല്ലേ? അല്ലേ? ഇത് നോക്കിയേ, നെക്സ്റ്റ് വൺ, അതും അതുപോലെ തന്നെ. ഇതൊരു ബോക്സ് പോലെ ഉണ്ട്, അതിലും എല്ലാ സൈഡിലും എന്താ വരുന്നേ? റെക്ടാങ്കിൾ ഷേപ്പ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്ന ഷേപ്പിനെയാണ് എന്ത് പറയാ? പ്രിസം. അതുപോലെ ഈ താഴത്തെ ട്രയാങ്കിൾ നോക്കി, ഗ്രീൻ കളറുള്ളത് നോക്കി, ഇവിടെ 2 സൈഡ് ട്രയാങ്കിൾ ആണെങ്കിലും ഈ സർഫസില് സൈഡില് റെക്ടാങ്കിൾ വരുന്നുണ്ട്. ഇവിടെ റെക്ടാങ്കിൾ, ഇവിടെ റെക്ടാങ്കിൾ. ഇങ്ങനെ വരുന്ന ഷേപ്പിനെയാണ് നമ്മൾ പ്രിസം എന്ന് പറയാം. എന്താ പ്രിസം? They have rectangular surfaces as a part of lateral surface. Lateral surface ഇവിടെ ട്രയാങ്കിൾ ആണെങ്കിലും കൂടി സൈഡ് വൈസ് സർഫസ് വരുന്നത് എന്താ? റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിസം എന്ന് പറയുന്നത്. Then they are named according to the number of sides, shape of the base. അതിന്റെ ബേസിൽ 2 ഫേസ്, 2 അറ്റത്ത് വരുന്ന ഫേസിന്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരം സോളിഡ് ഷേപ്പിന് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഷേപ്പിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇനി തൊട്ട് താഴത്തെ ആ ഒരു ടേബിൾ നോക്കി,
ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിലാണ്, ഈ ടേബിളിലെ ഈ കാര്യമാണ് ഇപ്പൊ ഞാൻ വായിച്ചേ. ഈ തൊട്ട് താഴത്തെ ടേബിൾ ഒന്ന് നോക്കി. അതിൽ സോളിഡ്സ്, പ്രിസംസ്. പ്രിസം തന്നെ 4 തരത്തിലുള്ള പ്രിസം നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ക്യൂബ്. ക്യൂബ് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? ക്യൂബ് എന്താണെന്ന് അറിയില്ലേ? ക്യൂബ് എന്താ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ക്യൂബിന്റെ ഡൈസ്. നമ്മള് ലൂഡോ കളിക്കാൻ അല്ലെങ്കിൽ ലാഡർ സ്നേക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന എറിയാൻ ഉപയോഗിക്കുന്ന കട്ട, ആ ഒരു ഷേപ്പാണ് ക്യൂബ്. അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എത്ര സൈഡ് ഉണ്ട് അതിന്? സൈഡിനെ നമ്മൾ എഡ്ജസ് എന്ന് പറയും. ഓക്കെ, അതിന് തൊട്ട് മേലെ കൊടുത്തിട്ടുണ്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഫ്ലാറ്റ് സർഫസ് ഓഫ് എ സോളിഡ് ഈസ് കോൾഡ് ഇറ്റ്സ് ഫേസ്. സോളിഡ് ഷേപ്പിന്റെ ഫ്ലാറ്റ് സർഫസിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. ഇനി എഡ്ജ് എന്ന് പറഞ്ഞാൽ the line segment where the adjacent faces of a solid meet is called an edge. അതിന്റെ ഓരോ മൂലയെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയാം. Then vertex, each corner or point of a solid where three edge എന്ന് പറഞ്ഞാല് അതിന്റെ സൈഡിലെ ലൈൻ സെഗ്മെന്റിന് ഓരോ വശത്തിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് കോർണർ ഓർ point of a solid where three edges meet is called a vertex. അപ്പൊ ഇതിനകത്ത് ഈ നേരെ കാണുന്ന ഭാഗത്തിന് നമ്മൾ ഫേസ് എന്ന് പറയുന്നു. ഇനി ഈ ഓരോ ലൈൻ സെഗ്മെന്റിനെയും എഡ്ജ് എന്ന് പറയുന്നു. ഇനി ഈ ഓരോ പോയിന്റിനെയും, എഡ്ജസ് ജോയിൻ ചെയ്യുന്ന ഓരോ പോയിന്റിനെയും വെർട്ടെക്സ് എന്നും പറയുന്നു. ഓക്കെ, ഇനി ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ എഡ്ജസും സെയിം ആയിരിക്കും, ഈക്വൽ ലെങ്ത് ആയിരിക്കും. ക്യൂബിന്റെ വേറൊരു പേരാണ് സ്ക്വയർ പ്രിസം. എല്ലാ എഡ്ജസും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഫേസസും സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എല്ലാ എഡ്ജസും സെയിം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഫേസസും സ്ക്വയർ ആയിരിക്കും. ഇത് ക്യൂബിന് 6 ഫേസ് ഉണ്ടാവും, 12 എഡ്ജസ് ഉണ്ടാകും, 8 വെർട്ടിസസും ഉണ്ടാവും. നിങ്ങളെ വീട്ടില് മറ്റേ ഡൈസോ അല്ലെങ്കിൽ റുബിക്സ് ക്യൂബോ ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഫേസ് 6 എണ്ണം ഉണ്ടാവും, എഡ്ജസ് 12 ഉണ്ടാവും, വെർട്ടിസസ് 8 ഉണ്ടാവും. Next, second one, cuboid. It is rectangular prism. Cuboid ന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, പഠിപ്പിക്കുമ്പോൾ ഒക്കെ പറയുന്നത് മാച്ച് ബോക്സ്, തീപ്പെട്ടി കൊടുക്കും. മാച്ച് ബോക്സിന്റെ യെസ് അത് തന്നെ, അതാണ് ക്യൂബോയിഡിന്റെ എക്സാമ്പിൾ. അതിനും അതുപോലെ തന്നെ നോക്കിയാൽ മതി. 6 ഫേസ് ഉണ്ടാവും, 12 എഡ്ജസ് ഉണ്ടാവും, 8 വെർട്ടിസസും ഉണ്ടാവും. Okay, then next one, triangular prism. Triangular prism. Triangular prismത്തിന് എക്സാമ്പിൾ ഇപ്പം പറയാൻ പറ്റുന്നത്, നിങ്ങൾ എന്തോ അതിനൊരു പേര് പറയാറുണ്ടല്ലോ, കണ്ണാടി ചില്ല് വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് മുത്തും വളക്കഷ്ണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാലിഡോസ്കോപ്പ് അല്ലേ? ഈ കണ്ണാടി ചില്ല് അകത്തിങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ട് അതിനകത്ത് മുത്തുകളും ഈ വളയുടെ വളപ്പൊട്ടുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് നോക്കുന്ന ഒരു സാധനമല്ലേ, കാലിഡോസ്കോപ്പ് തന്നെയല്ലേ പറയാ അതിനെ? അത് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ട്രയാങ്കുലർ പ്രിസത്തിന് വേറൊരു എക്സാമ്പിൾ. അപ്പൊ അതിന് 5 ഫേസസ് ഉണ്ടാവും, 2 ട്രയാങ്കുലർ ഷേപ്പും 3 റെക്ടാങ്കുലർ ഷേപ്പിലും ആയിട്ട് 5 ഫേസസ് ഉണ്ടാവും, 9 എഡ്ജസ് ഉണ്ടാവും, പിന്നെ 6 വെർട്ടിസസും ഉണ്ടാവും. ഓക്കെ, then next one, pentagonal prism. Pentagonal prism എന്ന് വെച്ചാൽ 2 ഫേസിലും 2 എഡ്ജ് ഫേസില്
പെന്റഗൺ ആയിരിക്കും, അതായത് 5 സൈഡഡ് പോളിഗൺ ആയിരിക്കും ഉണ്ടാവുക. ബാക്കി എല്ലാ ഫേസും റെക്ടാംഗിൾ ഷേപ്പിലോ. അപ്പൊ അതിന് ടോട്ടൽ 7 ഫേസസ് ഉണ്ടാവും, 15 എഡ്ജസ് ഉണ്ടാകും, 10 വേർട്ടിസസ് ഉണ്ടാവും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് കളർ സെക്ഷൻ കൂടി ഇല്ലേ, ബാക്കി അപ്പൊ പറയാം കേട്ടോ. ബൈ.